ഗ്രാമീണ സംസ്കാരത്തിന് അതിൻ്റേതായൊരു ജീവിതമുണ്ട്. അത് നിങ്ങളെ നമ്മുടെ പരമ്പരാഗത വേരുകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും സമ്പന്നമായൊരു സ്ഥലമാണ് തമിഴ്നാട്. ഇത് പൊള്ളാച്ചി റൂട്ട്. ചെട്ടിനാട് യാത്രയിലാണ് ഞാൻ. പൊള്ളാച്ചി ചെട്ടിനാട് 350 കിലോമീറ്റർ ആണ് ദൂരം. ഞാൻ നേരെയുള്ള റൂട്ടിലല്ല പോകുന്നത്. തമിഴ് ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ട് കുറച്ച് ഉൾവഴികൾ കൂടിയാണ് യാത്ര. ഈ യാത്രയിലെ ചില വഴിയോര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. തമിഴ് വരികളിലെ ഒരു സ്ഥിരം കാഴ്ചയാണിത്. ഒരു വലിയ മരത്തിൻ ചുവട്ടിൽ അത് മിക്കവാറും ആലോ അരയാലോ ആയിരിക്കും. എന്തായാലും ഒരു ഭീമൻ മരം തന്നെയായിരിക്കും. ഇതിന് ചുവട്ടിൽ എന്തെങ്കിലും ഒരു പ്രതിഷ്ഠയും ഉണ്ടാകും. അതിനെ പൂജിക്കുന്ന പൂജാരിയും. വഴിയാത്രക്കാർ കൊടുക്കുന്ന പണം തന്നെയാണ് ലക്ഷ്യം. എങ്കിലും ഒരു നല്ല കാര്യമുണ്ടിതിന്. ഒരു മരമെങ്കിലും ഇതിനാൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത് പൊള്ളാച്ചി കന്നുകാലി ചന്ത. വളരെ ജനപ്രിയമായ ഈ മാർക്കറ്റ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിൽപ്പനക്കാരെയും ആകർഷിക്കുന്നു. ചൊവ്വ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രതിദിനം 3500-ലധികം കന്നുകാലികളെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ചന്തയിൽ ആഴ്ചയിൽ 6 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നു. പൊള്ളാച്ചി സിറ്റിയാണിത്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പൊള്ളാച്ചി പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ്. വർഷം മുഴുവൻ ലഭിക്കുന്ന പ്രസന്നമായ കാലാവസ്ഥയും പച്ചപ്പും ഒക്കെയാണ് ഈ നാടിനെ പ്രിയപ്പെട്ടതാക്കുന്നത്. പൊരുൾ ആച്ചി എന്നും ഇവിടം അറിയപ്പെടുന്നു. ഭംഗി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇടം എന്നാണ് ഇതിനർത്ഥം. ദക്ഷിണേന്ത്യൻ സിനിമകളുടെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് പൊള്ളാച്ചി. വിവിധ ഭാഷകളിലെ ആയിരക്കണക്കിന് ചലച്ചിത്രങ്ങൾ
പൊള്ളാച്ചിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പൊള്ളാച്ചിയിലെ ശർക്കര മാർക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ വിപണിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മാർക്കറ്റുകളിൽ ഒന്നാണ് ഇവിടുത്തെ കന്നുകാലി മാർക്കറ്റ്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ വർഷം മുഴുവനും പൊള്ളാച്ചിയിൽ സുഖകരമായ കാലാവസ്ഥയാണ്. തക്കാളി, തേങ്ങ തുടങ്ങിയ പച്ചക്കറികൾക്കും പൊള്ളാച്ചി പ്രശസ്തമാണ്. ഉത്സവത്തിന് ഒരുങ്ങിക്കിടക്കുന്ന തേരാണിത്. മനോഹരം തന്നെ. ചെറുതെങ്കിലും അതിശയിപ്പിക്കുന്ന ശില്പവേലകളിൽ സമ്പന്നമാണിത്. ഇതൊരു കാറ്റാടിപ്പാടമാണ്. മനോഹരമായ കാഴ്ച. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനമാണ് കാറ്റാടി യന്ത്രം. അടിത്തറയിൽ ഉറപ്പിച്ച ഒരു ടവറിന് മുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രൊപ്പല്ലർ, ജനറേറ്റർ എന്നിവയടങ്ങുന്നതാണ് കാറ്റാടി യന്ത്രം. തുടർച്ചയായി കാറ്റ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ സംവിധാനം ഏർപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ തന്നെ മൂന്നാമത്തേതുമായ കാറ്റാടിപ്പാടമാണ് തമിഴ്നാട്ടിലെ മുപ്പന്തലിൽ സ്ഥിതി ചെയ്യുന്നത്. മുപ്പന്തൽ കാറ്റാടിപ്പാടം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു വഴിയോര കാഴ്ച. വീട്ടുമുറ്റത്ത് കോഴിപ്പോറിനുള്ള കോഴികളെ പരിശീലിപ്പിക്കുന്നു. ഈ വിനോദം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നതാണ്. അതിനാൽ ഇത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. ഇന്ത്യയിലടക്കം മിക്ക രാജ്യങ്ങളിലും പണ്ടുമുതലേ പ്രചാരം നേടിയ ഒരു വിനോദമാണ് കോഴിപ്പോര്. തമിഴിൽ ചേവൽ ചണ്ടൈ എന്നറിയപ്പെടുന്ന ഈ വിനോദത്തിന് തമിഴ്നാട്ടിൽ ഏറെ ആരാധകരുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ലോകമെങ്ങും കോഴിപ്പോര് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ത്യയിലെ ശിക്ഷാ നിയമം 428, 429 വകുപ്പുകളിലും മൃഗപീഡന നിയമം 11-ാം വകുപ്പിലും കോഴിപ്പോര് നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്. ഞാൻ പുതിയതായി ഏത് സ്ഥലത്തു കൂടി പോയാലും ഇങ്ങനെയുള്ള ഉൾവഴികളിലൂടെയാണ് മിക്കവാറും പോകുന്നത്. നാടുകളിലെ ജീവിതം അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം. നമ്മുടെ നാട്ടിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത രീതികളാണ് തമിഴ്നാട്ടിൽ വന്നാൽ എവിടെയും കാണാനാകുക. ഇവരൊക്കെ മിക്കവാറും മിക്ക സ്ഥലങ്ങളിലും നടന്നു തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ സൈക്കിളിൽ. ഇവിടുത്തെ ജനകീയ വാഹനമാണ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ളത് ലൂണയാണ്.
ഇപ്പോഴുള്ള തലമുറകൾ പുതിയ ബൈക്കുകളിലേക്ക് മാറിത്തുടങ്ങി. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.